I'm Balkis Banu, this is Fatima Sana, and this is Salman Faris and Shahbaz. ഞാൻ എൻ്റെ സീറ്റിലോട് കിട്ടിയ അനുഭവങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാവരും പോലെ തന്നെ ഞാനിവിടെ 8th സ്റ്റാൻഡേർഡിനാണ് വന്നിരുന്നത്. ഒരു എക്സാം വെച്ച് അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളാണ് ഇങ്ങോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാം വെച്ച് ഞങ്ങൾ സെലക്ട് ആയി. ഫസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ചിന്തകളുണ്ടായിരുന്നു മനസ്സിൽ. ഇപ്പോൾ സ്കൂളിൽ കഴിഞ്ഞ് പഠിക്കാൻ വരിക, ഇനിയിപ്പോൾ എന്താണാവോ സീറ്റിൽ പഠിപ്പിക്കാൻ പോകുന്നത്, എങ്ങനെയാവും അവർക്ക് കുറേ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരുന്നു. ഇപ്പോൾ ആ സീറ്റ് കഴിഞ്ഞ് 2 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിൽ ഫുള്ള് പോസിറ്റീവാണ്. ഇപ്പോൾ കഴിയാൻ പോവുകയാണല്ലോ, ഇനി ആരാണ് എന്നെ മെന്റലി ആൻഡ് എന്നെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, ആരാണ് എൻ്റെ സ്കിൽസ് ആരാ ഡെവലപ്പ് ചെയ്യുക, അവിടെ പേഴ്സൺ എൻ്റെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരാ ഡെവലപ്പ് ചെയ്യുക, എന്നാൽ എന്താണെന്ന് എനിക്ക് ആരാ പറഞ്ഞു തരിക, അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ മനസ്സിലുണ്ട്. ഇതിന് കഴിയരുതെന്ന് വിചാരിക്കുന്ന ഒരു ക്ലാസ്സാണ്, പക്ഷെ കഴിഞ്ഞു പോവുകയാണ്. 2 വർഷം കഴിഞ്ഞു. 2 വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നടന്ന് എന്നെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സംഘടന ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിന്നും പോവാണ്. എന്താ വെച്ചാൽ പൂർണ്ണമായിട്ട് പോവല്ല, ഇന്ന് ഇത് കഴിഞ്ഞ് 10th കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും വരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വിശ്വസിക്കുകയാണ്. സീപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്ലാസ് റൂമിൽ ഒതുങ്ങുന്ന പഠനമല്ല. ക്ലാസ് റൂമിനപ്പുറത്തേക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള പലവിധ കാര്യങ്ങൾ സീപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ളതായിരുന്നു സൈലന്റ് വാലി പഠനയാത്ര. അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് സുറൂർ മിസ്, ഷമീല ടീച്ചർ, മുനവ്വീർ സാർ, ഷംനാഥ് സാർ, ഇത്രയും പേരായിരുന്നു. വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു അത്. ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ക്ലാസ് റൂമിൽ എന്താണോ പഠിച്ചത് അത് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് ആ ട്രിപ്പ്. ക്ലാസ് റൂമിൽ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ ഞങ്ങൾക്ക് അവിടെ ചെന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ നല്ല കുറേ അനുഭവങ്ങൾ തന്നിട്ടാണ് സീപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നല്ല പേടിയുണ്ട്, കാരണം ഈ ഒരു വർഷം സീപ്പ് ഞങ്ങളുടെ കൂടെ ഇല്ല. സീപ്പ് 2 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ മാറ്റം ഈ 1 വർഷം കൊണ്ട് മങ്ങിപ്പോകാൻ നല്ല പേടിയുണ്ട്. കാരണം ചിലത് നമ്മളുടെ കൂടെ ഉള്ളപ്പോഴേ നമുക്ക് അതിൻ്റെ ഇത് അറിയുള്ളൂ. സീപ്പ് പോയി കഴിഞ്ഞാൽ എന്താവും എങ്ങനെയൊന്നും അറിയില്ല. സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ സീപ്പിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഉള്ളിൽ കുറച്ച് സ്കിൽസ് ഉണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെ പുറത്തെടുക്കണമെന്ന് എനിക്ക് ആർക്കും അറിയാറില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സ്റ്റേജ് ഫിയറും മറ്റുള്ളവരെ എന്ത് വിചാരിക്കുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ സീപ്പ് ക്ലാസ്സിൽ 15 സെക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതിൽ മുഴുവൻ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പങ്കെടുക്കാൻ കഴിയുന്ന അത്ര ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ ഞങ്ങളുടെ ഉള്ളിലുള്ള സ്കിൽസ് പറഞ്ഞ സ്കിൽസ് എങ്ങനെ പുറത്തെടുക്കാമെന്നത്. നമസ്കാരം, ഞാൻ പാർവതി സുരേഷ്, സ്കൂളിലാണ്. 2 വർഷമായി സീപ്പ് തുടങ്ങിയിട്ട്. സീപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകം തന്നെയാണ്, വേറൊരു ലോകം തന്നെയാണ്. ഞങ്ങളെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ പറ്റുന്നത് അത്രയും മാക്സിമം